കെപിസിസി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും തമ്മിലുള്ള പ്രശ്നത്തിൽ രണ്ടംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ, കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരാണ് അന്വേഷണ കമ്മീഷനിൽ ഉള്ളത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഈ തർക്കം വലിയ തരത്തിൽ ചർച്ചയാകുകയും വലിയ വിവാദമായി മാറുകയും ചെയ്തതോടെയാണ് KPCC നേതൃത്വത്തിന്റെ ഇടപെടൽ. അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന പോസ്റ്റ് കഴിഞ്ഞ ദിവസം ബാലകൃഷ്ണൻ പെരിയ പിൻവലിച്ചിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ധൈര്യമുണ്ടെങ്കിൽ ആ പോസ്റ്റ് പിൻവലിക്കാതെ തിരികെ ഇടാനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഫേസ്ബുക്കിലൂടെ തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും പാർട്ടിക്കുള്ളിലും പ്രവർത്തകർക്കിടയിലും വലിയ തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. പരസ്യമായ വിവാദങ്ങളിലേക്ക് പോകരുത് എന്ന് KPCC നേതൃയോഗത്തിൽ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തതിന് പിന്നാലെ ഇത്തരമൊരു വിവാദം ഉണ്ടായതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അത് വലിയ തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയാകുകയും ചെയ്തതോടെയാണ് KPCC നേതൃത്വത്തിന്റെ ഇടപെടൽ. അതുകൊണ്ട് തന്നെ അന്വേഷണ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ KPCC നേതൃത്വം തീരുമാനമെടുക്കുക. ആര്യ, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.